ഹാമ്, സാമ്, യാഫത്ത്. ഹാമ്, സാമ്, യാഫത്ത്. ഹാമിൽ നിന്ന് സുഡാനികളുണ്ടായി. എത്യോപ്യ, സുഡാൻ, എരിത്രിയ, കെനിയ, ഹാക്കറ വഹാക്കറ, കറുത്ത പ്രദേശങ്ങൾ. മനസ്സിലായില്ലേ? ഹാമിൽ നിന്ന്. സാമിൽ നിന്ന് അറബികളുണ്ടായി. യാഫത്തിൽ നിന്ന് തുർക്കും തുർക്കിന്റെ പടിഞ്ഞാറുമുണ്ടായി. തുർക്കികളുടെ പിതാവാണ് യാഫത്ത്. തുർക്കികൾക്ക് തുർക്കി, തിർക്ക്, തർക്ക, തറക്ക, മത്രൂക്ക് എന്നൊക്കെ പറയാം. തുർക്ക്, തറക്ക, തുരിക്ക, തിർക്ക്. മനസ്സിലാക്കണം, അതൊക്കെ ചിന്തിക്കണം. അതില് തിർക്ക് ഉപേക്ഷിക്കപ്പെട്ട ജനത, തുർക്കി ഉപേക്ഷിക്കപ്പെട്ട ജനത. തുരിക്കു മിനൽ അംബിയാഇ ലിഅന്നഹും ഔലാദു യാഫത്ത് വമിൻ സുൽബിഹിം യഅ്ജൂജ് മഅ്ജൂജ്. അതായത് തുർക്കിയിൽ നിന്ന് നേരെ പടിഞ്ഞാട്ട് വരുന്ന ഭാഗങ്ങൾ, യൂറോപ്പ് അങ്ങോട്ട്, യൂറോപ്പിൻ്റെ ഒരു നഗര കവാടം, യൂറോപ്പിൻ്റെ കവാടം എന്ന് വേണമെങ്കിൽ തുർക്കിയെ പറയാം. തുർക്കിയിൽ നിന്ന് അങ്ങോട്ട് കയറുന്ന ഭാഗങ്ങളെല്ലാം അതാണ് തുർക്കും തുർക്കിൻ്റെ മാവറാവും. തുർക്കും തുർക്കിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, ആ ഭാഗത്തേക്കാണ് ലോക സംസ്കാരം വരുന്ന 2 ഭാഗങ്ങൾ. അതാണ്. ഇനി ഇവിടെ മൂന്നാമതായി ഒരു വിഭാഗമേ ഉള്ളൂ, അമേരിക്കൻ സമൂഹം. അമേരിക്കൻ സമൂഹത്തിൻ്റെ ബേസ് യാഫത്തി സമൂഹമാണ്. അവർ യൂറോപ്പിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. പിന്നെ ഒരു സങ്കരത്വം വന്നിട്ടുണ്ടാകാം എന്ന്. അതായത് ഹാമി സാമി സമൂഹത്തിൻ്റെ സങ്കര സമൂഹമാണ് ഇന്ത്യക്കാരടക്കമുള്ളവർ. ഇന്ത്യക്കാർ നേരത്തെ അമേരിക്കയിൽ എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രധാന പക്ഷം. 1400 കൊളംബസ് അമേരിക്കയിൽ വരുന്നത്. അതിനു മുമ്പ് തന്നെ റെഡിൻജൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അവർ അടിസ്ഥാനപരമായി തവിട്ട് നിറക്കാരായ ഏഷ്യക്കാരാണ് എന്നാണ് പ്രധാന പക്ഷം. അവിടെ നിന്ന് പിന്നെ കുടിയേറി പാർത്ത് ഇന്നത്തെ അമേരിക്കൻ സമൂഹം എന്ന മെജോറിറ്റി സമൂഹം സത്യത്തിൽ പടിഞ്ഞാറിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. തുർക്കികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂറോപ്പ്, തുർക്കി കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളെല്ലാം അങ്ങോട്ട്, ഒരു യൂറോപ്പിൻ്റെ ഭാഗങ്ങൾ റഷ്യ, കസാക്കിസ്ഥാന്, താജിക്കിസ്ഥാന്, അർമേനിയ അടക്കമുള്ള ഭാഗങ്ങൾ മുഴുവനും, ജർമ്മൻ, ഈ ഭാഗങ്ങൾ മുഴുവനും ഇതെല്ലാം മൊത്തത്തിൽ യാഫത്തിൻ്റെ സമൂഹമാണ്. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 3 മക്കളിൽ സംസ്കാരം, പ്രളയത്തിന് ശേഷം സംസ്കാരം നിലനിർത്തിയ, മാനവ സംസ്കാരത്തെ നിലനിർത്തിയ പ്രധാനികളായ 3 ആൺമക്കളിൽ 3ാമത്തെ ആൺമകനാണ് ആര്? യാഫത്ത്. മനസ്സിലായില്ലേ? ഹാമിൽ നിന്ന് കറുത്തവരുണ്ടായി, സാമിൽ നിന്ന് അറബികളുണ്ടായി, യാഫത്തിൽ നിന്ന് തുർക്കികളും തുർക്കിയുടെ പിന്നാലെയുള്ളവരും ഉണ്ടായി. നോക്കൂ, നൂഹ് നബിയുടെ പുത്രനായ യാഫത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് യഅ്ജൂജ് മഅ്ജൂജ് എന്നതിൽ ചരിത്രമാർക്ക് ഭിന്നിപ്പൊന്നുമില്ല. കേട്ടോളൂ, ശ്രദ്ധിക്കണം. യൂറോപ്യൻ ഭാഷയിൽ ഇവർക്ക് കാക്ക് എന്ന് പറയുന്നു. ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമയിൽ നോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല കാലങ്ങളിൽ പല പേരിൽ അറിയപ്പെട്ടവരാണിവർ. ഇനി കേട്ടോളൂ. ബ്രിട്ടീഷുകാരും ജർമ്മൻകാരും മഅ്ജൂജ് വർഗത്തിൽപ്പെട്ടവരാണ്. ബ്രിട്ടീഷുകാരും ജർമ്മൻകാരും മഅ്ജൂജ് വർഗത്തിൽപ്പെട്ടവരാണ്. റഷ്യക്കാർ യഅ്ജൂജ് വിഭാഗത്തിൽപ്പെട്ടവരത്രേ. റഷ്യക്കാരാണ് യഅ്ജൂജ്. ജർമ്മൻ, ബ്രിട്ടൻ അവരൊക്കെ മഅ്ജൂജികളാണ്. യഅ്ജൂജ് മഅ്ജൂജ് സങ്കര സമൂഹമാണത്. റഷ്യക്കാർ യഅ്ജൂജ് വിഭാഗത്തിൽപ്പെട്ടവരത്രേ. താർത്താരി വർഗം യഅ്ജൂജ്, താർത്താരികൾ യഅ്ജൂജികളാണ്. ആ ഭാഗത്തേക്ക് പിന്നീട് ഞാൻ വരാം. താർത്താരികൾ വലിയ മുസ്ലിം സമുദായത്തിന് യഅ്ജൂജ. അതായത് യഅ്ജൂജ് ഒരുപാട് കടന്നാക്രമണം ലോകത്ത് നടത്തിയിട്ടുണ്ട്. അവസാനത്തെ കടന്നാക്രമണം ഈസ നബിയുടെ കാലത്തായിരിക്കും. അതോടുകൂടി അവർ നശിക്കും പൂർണ്ണമായി. മനസ്സിലായില്ലേ? വളരെ ചിന്തിക്കണം. യഅ്ജൂജ് മഅ്ജൂജിന്റെ കടന്നാക്രമണം ലോകത്തെ ഒരുപാട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്.
അതിൻ്റെ അവസാനത്തെ കടന്നാക്രമണം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടമായിരിക്കും. അതാണ് ഏറ്റവും വലിയ ആക്രമണം. ഏറ്റവും വലിയ ആക്രമണം എന്നാൽ ഈസ നബിക്ക് പോലും തടുക്കാനാവാത്ത ആക്രമണം. ദജ്ജാലിനെ പരാജയപ്പെടുത്തും ആര്? സയ്യിദുനാ ഈസ. ആ ഈസാ നബിക്ക് പോലും തടുക്കാൻ കഴിയാത്ത ആക്രമണം കൊണ്ടുവരും ആര്? യജൂജ് മജൂജുകൾ. അതാണ് അവരുടെ അവസാനം. നോക്കൂ, താർത്താരികൾ യജൂജും മുഗളവർഗം മജൂജുമാണ്. ഇവരിലൊക്കെ പിന്നീട് നല്ലവർ ഉണ്ടായിട്ടുണ്ട്. അവർ ഒരു രാജ്യക്കാരല്ല, ഒരു മഹാലോകമാണ്. ഇനി അടിസ്ഥാനം ഞാൻ നിങ്ങളോട് പറയാം. അടിസ്ഥാനപരമായി യജൂജ് മജൂജികൾ അടിസ്ഥാനപരമായി അവര് യൂറോപ്യന്മാരല്ല. അടിസ്ഥാനപരമായി അവര് കിഴക്കൻ ഏഷ്യക്കാരാണ്, അഥവാ ചൈനക്കാരാണ്. ചൈന, മംഗോളിയ ഈ പ്രദേശത്തുകാരാണ്. നോക്കൂ, ഇവർ രണ്ടു കൂട്ടരും ഉൾക്കൊള്ളുന്ന സമൂഹമാണ് തുർക്കികൾ. റഷ്യക്കാർ യജൂജ് വിഭാഗത്തിൽപ്പെട്ടവരത്രേ. താർത്താരി വർഗം യജൂജും മുഗളവർഗം മജൂജുമാണ്. ഇവർ രണ്ടു കൂട്ടരും തുർക്കി വർഗത്തിൽ പെട്ടവരാകുന്നു എന്ന് ബഹുമാനപ്പെട്ട മഹാനായ കെ വി മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, അവരുടെ ഖുർആൻ പരിഭാഷയിൽ നിന്നാണ് യജൂജിനെ പരിചയപ്പെടുത്തിയ ഭാഗമാണ് ഞാനിവിടെ കാണിച്ചത്. ഇനി ആ കെട്ടിൻ്റെ ഭാഗം കൂടി അങ്ങോട്ട് പറയാം. കോക്കസിലെ ദാരിയാൽ മലയിടുക്ക് കടന്നു ചെന്ന് അതിനപ്പുറം താമസിച്ചിരുന്നവരുടെ ധനം കൊള്ളയടിക്കുകയും ഭീകരപ്രവർത്തനങ്ങൾ നടത്തിവരികയും ചെയ്തിരുന്ന താർത്താരികളെയും മുഗളരെയും തടയുന്നതിനാ വേണ്ടിയായിരുന്നു ദുൽഖർനൈൻ ഭിത്തി നിർമ്മിച്ചത്. അഥവാ മുഗള താർത്താരികളെ തടയാൻ വേണ്ടിയാണ് ദുൽഖർനൈൻ്റെ ഭിത്തി ഉണ്ടായത്. അതായത് അടിസ്ഥാനപരമായി ഇവർ ചൈനക്കാരാണ്. ചൈന, മംഗോളിയയുടെയും ചൈനയുടെ ഒരു മൂല, ചൈനയുടെ രണ്ട് ഭാഗത്തും, അതായത് വടക്കും പടിഞ്ഞാറിൻ്റെയും രണ്ട് മൂലകളും മംഗോളിയയുടെ ഒരു പടിഞ്ഞാറ് പൂർണ്ണമായും ചേരുന്ന ഭാഗമാണ് റഷ്യ. ചൈന, മംഗോളിയ, റഷ്യ ഈ ഭാഗത്തായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ അവരുണ്ടായിരുന്നത്. മംഗോളിയക്കാരാണ് അസ്ലി അവർ. ചൈനക്കാരും മംഗോളിയക്കാരുമാണ്. സാംസ്കാരികപരമായും വിശ്വാസപരമായും ഈ സമൂഹങ്ങൾ ഇന്നും വളരെ യോജിപ്പിലുമാണ്. നമുക്കറിയാമല്ലോ, ലോകത്തെ ഇന്നും ചില മതനിരാസ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഒന്ന് റഷ്യയുമാണ്, വേറൊന്ന് ചൈനയുമാണ്. അവർ തമ്മിലുള്ള ബന്ധം നല്ല പോലെ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് യജൂജ് മജൂജ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ്. ഇതന്നെ യൂറോപ്പിൻ്റെ ഏകദേശം തുർക്കിയുടെയും യൂറോപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്താണ് അർമേനിയ, ആസർബൈജാൻ ഉള്ളത്. അർമേനിയ കാസ്പിയൻ കടലിൻ്റെയും കരിങ്കടലിൻ്റെയും ഇടയിൽ ആണ് അർമേനിയ, ആസർബൈജാൻ ഉള്ളത്. അർമേനിയ, ആസർബൈജാനിലാണ് ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ്റെ കെട്ട് എന്നാണ് പ്രധാന അഭിപ്രായം, അഥവാ യൂറോപ്പ്. അർമേനിയ, ആസർബൈജാൻ. നോക്കൂ, കോക്കസിലെ ദാരിയാൽ മലയിടക്ക് കടന്നു ചെന്ന് അതിനപ്പുറം താമസിച്ചിരുന്നവരുടെ ധനം കൊള്ളയടിക്കുകയും ഭീകരപ്രവർത്തനങ്ങൾ നടത്തിവരികയും ചെയ്തിരുന്ന താർത്താരികളെയും മുഗളരെയും തടയേണ്ടതിനാണ് ദുൽഖർനൈൻ ഭിത്തി നിർമ്മിച്ചത്. ഇവരുടെ ആദ്യകാല വാസസ്ഥലം ഉത്തരേഷ്യയാണ്. തെക്കു ടിബറ്റും ചൈനയും തുടങ്ങി വടക്കു ശാന്തസമുദ്രം വരെയും പടിഞ്ഞാർ തുർക്കിസ്ഥാൻ വരെയും അത് നീണ്ടു കിടക്കുന്നു എന്നാണ്. എല്ലാം ഞാൻ വിശദമായി പിന്നീട് ആ ഭാഗത്ത് പറയാം. നോക്കൂ, ഇത് ബൈബിളാണ്. ബൈബിളും ഒരു നിലയ്ക്ക് ഈ കാര്യം പറയുന്നുണ്ട്. ബൈബിൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം, ഉൽപ്പത്തിയിലെ 10-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ബൈബിൾ ഇങ്ങനെ തുടങ്ങുന്നത്. ഈ പാരമ്പര്യ രീതി ശരിവെക്കുകയാണ് ബൈബിൾ. നോഹയുടെ പുത്രനായ ഷേം, ഷേം എന്ന് അവർ പറഞ്ഞാൽ സാമ്, ഹേം എന്നാൽ ഹാം, യാഫേൽ എന്നിവരുടെ വംശപാരമ്പര്യമാവിത് ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. ഇനി വളരെ ശ്രദ്ധിക്കണം കേട്ടോ. യാഫേസിൻ്റെ പുത്രന്മാർ ഗോമേർ, ഗോഗോഗ്,
മാതായി